പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. ഒരു വലിയ ഇനാഗുറൽ സ്പീച്ച് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ വന്നത് തന്നെ വൈകിയാണ്, സോറി. ചുരുക്കം ചില ദിനങ്ങൾ ബാംഗ്ലൂരിൽ കിട്ടുന്നതിൽ പല പേഴ്സണൽ കാര്യങ്ങളും തീർത്തിട്ട് വീട്ടിൽ നിന്ന് വിടുതൽ കിട്ടാൻ വൈകിയതിൻ്റെ പേരിലാണ്. മാപ്പി ചോദിച്ചുകൊള്ളുന്നു. കൂടുതൽ ദീർഘമായ ഒരു പ്രഭാഷണം ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എനിക്കും മത്സരത്തിനും നിങ്ങൾക്കും ഇടയിൽ ആണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് അറിയാം. പക്ഷേ ഒന്ന് രണ്ട് വാക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്ന് രാവിലെ ഞാൻ നെറ്റ് നോക്കിയപ്പോൾ അതിൽ കണ്ട ഒരു കാര്യം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിവസമാണിന്ന്. ബഷീറിൻ്റെ ജന്മദിനത്തിൽ ഇങ്ങനെയൊരു നല്ല സംരംഭം ഇവിടെ നടക്കുകയും അതിൽ ഭാഗഭാക്കാകാൻ കഴിയുകയും ചെയ്യുന്നത് ഒരു ഭാഷാസ്നേഹി എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. നമ്മൾ മലയാളികൾ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. കേരളത്തിൽ നിന്ന് വെളിയിൽ പോകുമ്പോഴാണ് അത് പ്രത്യേകിച്ച് മനസ്സിലാവുന്നത്. ആ ഒരു താരതമ്യം, മറ്റുള്ള സംസ്കാരവും മറ്റുള്ള ആൾക്കാരും ആയിട്ടുള്ള ഒരു താരതമ്യം നടക്കുന്നത് അപ്പോഴാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അമേരിക്കയിൽ ഒരു 10-15 വർഷം താമസിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്കപ്പം. ആ സമയത്ത് ഇന്ത്യക്കാരിൽ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ, ഒരു നാടകം വന്നു കഴിഞ്ഞാൽ, ഒരു സാംസ്കാരികമായിട്ടൊരു പ്രവർത്തനം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവേശം കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ മലയാളികളാണ്. കന്നഡ സിനിമ അവിടെ റിലീസ് ചെയ്ത് 1-2 സിനിമ റിലീസ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് 15 വർഷത്തിൻ്റെ ഇടയിൽ. പക്ഷേ എല്ലാ ആഴ്ചയും മലയാള പടം റിലീസ് ചെയ്യുകയും അതിൽ ഒത്തുകൂടുകയും ഭാഷയായിട്ടും സംസ്കാരമായിട്ടും കണക്ഷൻ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കണക്ഷൻ എല്ലാവരും വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ മറ്റു കാര്യങ്ങളായിട്ട് കുറച്ചുകൂടെ ഉയർന്ന തലത്തിൽ ചിന്തിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് മലയാളികൾ തന്നെയാണ്. സ്കൂൾ തലത്തിലുള്ള കലാമത്സരങ്ങളും ഞാൻ പഠിക്കുന്ന കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും അതിനു മുമ്പുള്ള സ്കൂൾ തലത്തിലാണെങ്കിലും അത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമെന്ന നിലയിൽ കണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ലോകത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്തും കിട്ടാത്ത തരത്തിലുള്ള ഒരു കൂട്ടായ്മയും ഒരു ഇങ്ങനെയുള്ള സംരംഭങ്ങൾ എടുത്ത് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് ഒരു ജനത എന്ന നിലയിൽ, ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ നമുക്ക് കൂടുതലായിട്ടുണ്ട് എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പലപ്പോഴും ഇത് ഭയങ്കരമായിട്ട് കൂടും. ഈ ഒരുമിക്കാനും സംഘടിപ്പിക്കാനുമുള്ള കാര്യങ്ങൾ ഒരു നെഗറ്റീവ് രീതിയിലേക്ക് വരെ മാറും. ഫെയ്മ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 4 കോടി മലയാളികളിൽ 20-25% പുറത്താണുള്ളത്. ആ മലയാളികൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള മലയാളികൾക്കാൾ കൂടുതൽ മലയാളത്തോടും നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ ലിറ്ററേച്ചറോടും എല്ലാത്തിനോടും സ്നേഹം കൂടുതലാണ്. ഇന്ന് നല്ല ഒരു മലയാളം വെസ്റ്റിനോടൊക്കെ തമിഴ് സിനിമ, തെലുങ്ക് സിനിമ, ഹിന്ദി സിനിമ, നമ്മുടേതല്ലാത്ത ഏകദേശം എല്ലാ സിനിമയും, അല്ലെങ്കിൽ അതുപോലുള്ള ടി വിയിലാണെങ്കിലും വാർത്തയിലുള്ള കാര്യങ്ങളാണ്, എല്ലാത്തിലും പുറത്തുനിന്ന് വരുന്നൊരു സാധനത്തിനുള്ള അഭിനിവേശം കൂടി നിൽക്കുന്ന ഒരു കാലമാണ് കേരളത്തിൽ. പക്ഷേ പ്രവാസി മലയാളി ഇന്നും മലയാളത്തോട് കുറേ കൂടെ കൂറ് കാണിക്കുന്ന, കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്ന, ഇന്നിപ്പോൾ SLC ബുക്കിൽ മലയാളം എഴുതുന്നത് നിർത്തി നമ്മുടെ നാട്ടിലെ മലയാളികൾ. പക്ഷേ എന്നാലും നമ്മുടെ മക്കളെ മലയാളം പഠിപ്പിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ കൂടെ നടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ ഒരു സമയത്ത് നാട്ടിലൊക്കെ നടക്കുന്ന പോലെ തന്നെയുള്ള കലാമത്സരങ്ങളും ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വഴിമാറിപ്പോകുന്ന, കുട്ടികൾക്ക് പഴയ പോലെ നമ്മുടെ അച്ഛനമ്മമാരോട് സ്നേഹമില്ല, കുട്ടികൾക്ക് നമ്മുടെ ഭാഷയോട് സ്നേഹമില്ല എന്നൊക്കെ പറയുന്നത് ഓരോ കുറ്റപ്പെടുത്തലും തിരിഞ്ഞ് നമുക്ക് തന്നെ വരേണ്ടതാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് ആ കുട്ടികളായി മാറുന്നത്. അവർ മലയാളം സംസാരിക്കാൻ മടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് മലയാളം സംസാരിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അതിനുള്ള ഓപ്പർച്യൂണിറ്റി, അതിനുള്ള ടീച്ചേഴ്സ്, അതിനുള്ള പുസ്തകങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ അവസാനം നിസ്സഹായ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലത്ത് തന്നെ 10, 20, 50, 100 മലയാളി കൂട്ടായ്മകൾ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പൊളിറ്റിക്സും ആ ഒരു തരം താഴ്ന്ന തരത്തിലുള്ള കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന, അതും മലയാളികൾ അതിനും പേര് കേട്ടവരാണ്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും, ഹിമാലയത്തിൽ പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവിടെ ഒരു മലയാളി ഉണ്ടായിരിക്കും.
മലയാളി ഉണ്ടെങ്കിൽ, ഒരു മലയാളി ഉണ്ടെങ്കിൽ ഒന്നിലധികം അസോസിയേഷൻസ് ഉണ്ടാകും. പക്ഷേ അങ്ങനെയുള്ള അസോസിയേഷൻസൊക്കെ ഇങ്ങനെ ഒന്നിച്ചു കൊണ്ടുവരാൻ ഉള്ള ഈ ശ്രമം വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലുണ്ട്, ഫൊക്കാന എന്ന് പറഞ്ഞിട്ട് 1995 മറ്റോ നടന്ന കാലിഫോർണിയയിൽ നടന്നൊരു ഫൊക്കാനയിൽ ഇതുപോലൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുക, ഒരു നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ചേരിപ്പോരിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് നാടകം നടക്കേണ്ട, മറ്റേ സ്ഥലത്ത് തൂണും മൈക്കും ഒക്കെ പൊരിച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ കൊണ്ടുപോകണം. കാരണം അവിടെ എന്തോ ഒരു ടസ്റ് നടക്കണം. ആ നാടകം കളിക്കുന്നത് ഇന്ന് ഏതോ ഒരു സ്ഥലത്ത് വന്ന ആൾക്കാരാണ്, അവർ ഒരുപാട് സമയം എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഫൈറ്റിൻ്റെ ഇടയിൽ. അപ്പം കലാസ്നേഹികൾ എന്ന നിലയിൽ സദസ്സിലിരുന്ന് നമുക്കൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു വേദന തരുന്ന ഒരു കാര്യമായിരുന്നു അത്. അതേപോലെ തന്നെ ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന സ്കൂൾ തലത്തിലുള്ള യുവജനോത്സവത്തിൽ നടക്കുന്ന അപ്പീലും അതുപോലുള്ള വൃത്തികെട്ട കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ എന്താ പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ അതിശയപ്പെട്ടു. അത് അവിടെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം 1, 2, 3 സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിൽ ഉറപ്പാണ് അതിൻ്റെ അടുത്ത 3, 4 സ്ഥാനക്കാർ അപ്പീൽ കൊടുക്കുകയാണ്. പിന്നെ അപ്പീൽ എന്ന് പറഞ്ഞാൽ ഒരു കോടതിയിലേക്ക് കയറി ഇറങ്ങുന്ന തരത്തിലുള്ള വൃത്തികെട്ട ഒരു സംഭവമാണ്. ആ തരത്തിലൊന്നും പോകാതെ വളരെ ക്ലീനായിട്ട് കലയെ സ്നേഹിക്കുന്ന, കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംരംഭമായി ഇത് തീരട്ടെ, വളരട്ടെ. നേരത്തെ ശ്രീ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ ഇത് വലിയൊരു സംരംഭമായി മാറും എന്ന് തന്നെയാണ്. കാരണം ഈ 3 കോടി ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ ഭാഷയെ കൂടുതൽ സ്നേഹിക്കുന്ന 1 കോടി ആൾക്കാർ പുറത്താണുള്ളത്.